മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ നടപടി. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിൽ DGPയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഇപ്പോഴിതാ DGPയോട് വിശദീകരണം തേടിയിരിക്കുന്നു എന്നുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ആഭ്യന്തര സെക്രട്ടറി തേടിയിട്ടുള്ളത്? ഭദ്ര, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അസാധാരണമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസിൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിലാണ് ഇപ്പോൾ DGPയോട് വിശദീകരണം തേടിയിരിക്കുന്നത് ആഭ്യന്തര സെക്രട്ടറി. സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടും തുടർ നടപടികളിൽ ഉദ്യോഗസ്ഥർ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് മേധാവിയോട് ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്. ഏറെ വിവാദമായ ഒരു കേസാണ്. ഇതിൽ തുടർ നടപടികൾ എടുക്കുന്നതിൽ DGPക്കും അതുപോലെ തന്നെ ഓഫീസിനും അറിവുള്ളതാണെന്ന് ഇരിക്കെയാണ് വീഴ്ചയുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പെർഫോമർ റിപ്പോർട്ടോ രേഖകളോ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടില്ല. കഴിഞ്ഞ മാസം 16-ന് ആവശ്യപ്പെട്ടിട്ടും പെർഫോമർ നൽകിയത് 26-ന് മാത്രമാണെന്നതാണ് ഏറ്റവും വലിയ വീഴ്ചയായിട്ട് ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച സർക്കാരിന്റെ മുഖച്ഛായ തന്നെ മോശമാക്കാൻ ഇടയാക്കിയെന്നും ആഭ്യന്തര സെക്രട്ടറി പറയുന്നു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും നൽകണമെന്നും DGPയോട് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് CBI ഇന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CBIയുടെ സംഘം കേരളത്തിൽ എത്തിയ ഒരു സാഹചര്യത്തിലാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി കൂടി ഇപ്പോൾ വന്നിട്ടുള്ളത്. CBI സംഘം എന്തായാലും നാളെ വയനാട്ടിലെത്തും. വയനാട്ടിൽ നിന്ന് പൂക്കോട് സർവകലാശാലയിൽ നിന്ന് അവരുടെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ദില്ലിയിൽ നിന്നും SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള സംഘമാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് നിലവിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണ് കേസിന്റെ സ്ഥിതി എന്നതിനെ പറ്റി കൽപ്പറ്റ DYSPയുമായി ഈ CBI സംഘം കണ്ണൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഈ മാർച്ച് 39-നാണ് സംസ്ഥാന സർക്കാർ കേസ് CBIക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയത്. അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായി എന്ന് പുറത്തു വരികയും ആ രീതിക്ക് സിദ്ധാർത്ഥന്റെ വീട്ടിലെ പിതാവ് ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കോടതി തന്നെ അതിന്റെ തുടർന്ന് ഹൈക്കോടതിയെ സിദ്ധാർത്ഥന്റെ പിതാവ് സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് CBI സംഘം ഇപ്പോൾ കേരളത്തിലെത്തി അന്വേഷണവുമായി തുടർന്നു പോകുന്നത്. അത് നടക്കുന്ന സമയത്താണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായ വീഴ്ചകളെ സംബന്ധിച്ചും പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തേടിയുമാണ് ഇപ്പോൾ പോലീസ് മേധാവിയോട് ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടിയിരിക്കുന്നത്. ആ വിശദീകരണം ലഭിച്ചതിന് ശേഷം മറ്റ് എന്താണ് ആഭ്യന്തര സെക്രട്ടറി എന്ത് നടപടികളിലേക്കാണ് ആഭ്യന്തര സെക്രട്ടറി നീങ്ങുക എന്ന് അറിയുവാൻ സാധിക്കും. ഭദ്ര. ശരി, സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അസാധാരണമായ നടപടിയാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിൽ DGPയോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. വീഴ്ച പറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ അറിയണം എന്നാണ് ചോദിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂര്യഗായത്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്.